ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? കുറേ ആയില്ലേ ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. ഏകദേശം ഒരു 10-15 ദിവസമായി ഉണ്ടാവും. അങ്ങനെ കാരണങ്ങളൊന്നും ഇല്ല കേട്ടോ ഇടാതിരിക്കുന്നതിന്. കഴിഞ്ഞ വീക്കെൻഡിൽ അങ്ങനെ ഞങ്ങൾ എവിടെയും പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഈവനിങ്ങിലൊക്കെ ഒരു ചെറിയ ഔട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് ഇടാതിരുന്നത്. പിന്നെ ഇന്നൊരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഞാൻ കാണിക്കാൻ പോണത്. ഞാൻ ആദ്യം വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കിച്ചണിലെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരുങ്ങുന്ന ടൈമിൽ ആലോചിച്ചേ ഒരു വീഡിയോ എടുത്താലോ, ലോങ് വീഡിയോ എടുത്താലോ, കുറേ ആയിലെടുത്തിട്ട് എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഒരുങ്ങി കഴിഞ്ഞിട്ട് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് TV ഒക്കെ കണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഫാർമസിയിൽ എത്തിയിട്ട് ഞാൻ അധികം ഒന്നും കാണിക്കില്ല കേട്ടോ, എന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ അപ്പോൾ ഞാൻ ഒരുങ്ങട്ടെ. ഇങ്ങനെ പഴയ കാലത്തെ സിനിമകളൊക്കെ TV-യിലിട്ടിട്ട് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക രസമല്ലേ. ഞാനെപ്പോഴും ഇങ്ങനെ കേട്ടോ, എപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴും TV-യിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് കണ്ടിട്ടാണ് കഴിക്കുക. അങ്ങനെ പിന്നെ ഞാൻ കൃത്യമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാട്ടോ. ഒരു നേരം സ്കിപ്പ് ചെയ്യാതെ കഴിക്കും. ടൈം പണ്ടൊക്കെ കൃത്യ ടൈമിലും അതായത് കൃത്യസമയത്തും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെ പറ്റില്ല. ജോലിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാ വെച്ചാൽ അങ്ങനെ കഴിക്കും. അങ്ങനെ അപ്പോൾ കഴിച്ചിട്ട് ഞാൻ വേഗം പോകാൻ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മളെ മെയിൻ സംഭവം എടുത്തിട്ട് ഡ്യൂട്ടിക്ക് പോകാം. കോട്ട്. ഇപ്പം ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യണത് വൈറ്റ് കോട്ടാണ്. ഇപ്പോൾ എന്നല്ല, ഒരു 6-7 വർഷമായിട്ട് അങ്ങനെയാണ്. 4 വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഫലം എന്നൊക്കെ പറയില്ലേ, ഇതിടുമ്പോൾ ഒരു പ്രൗഡ് ഫീലിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീടെല്ലാം പൂട്ടി ഞാൻ ഇറങ്ങുകയാണ്. ഞങ്ങൾ ടോപ്പ് ഫ്ലോറിലാണല്ലോ, ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല വെയിലാട്ടോ, കുട ചൂടാം. ഫാർമസിയിൽ എത്തിയാൽ തന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം അമ്മയ്ക്ക് മെസ്സേജ് അയക്കട്ടോ എത്തി എന്നുള്ളത്. ഫാർമസിയിൽ എന്നല്ല, എവിടെ പോയാലും അമ്മയ്ക്ക് മെസ്സേജ് അയക്കും, ഇവിടെ എത്തി, തിരിച്ച് വീട്ടിലെത്തി. ഞാൻ മാത്രമല്ല, അപ്പു അങ്ങനെയാണ്. പണ്ട് മുതലുള്ള ശീലമാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്കൊരു സമാധാനമാണ്, അമ്മയ്ക്കൊരു സമാധാനമാണ്. അങ്ങനെ പിന്നെ ഈ ഫാർമസിയുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല ഫുഡ് കിട്ടുന്ന ഷോപ്പുകളാട്ടോ. ഇപ്പുറത്താണെങ്കിൽ എല്ലാം കിട്ടും. ബർഗേഴ്സ്, സാൻഡ്വിച്ച്, ടീ, കോഫി, പിന്നെ നമ്മളെ 4 മണിക്ക് കിട്ടുന്ന ചെറുകടികളൊക്കെ കിട്ടുന്ന കടയാണ്. പിന്നെ തൊട്ടിപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു ബർഗർ ഷോപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ നല്ല ആളുകളാട്ടോ ഇവിടെ ഉള്ളത്, നല്ല സ്വഭാവമാണ്. ഇപ്പുറത്തുള്ള ടീ വേൾഡിൽ മുഴുവൻ മലയാളികളാണ്, വേറെ എവിടെ നിന്നും ആരുമില്ല, ഫുൾ മലയാളികളാണ്. ഇപ്പുറത്ത് മലയാളികളല്ല, പക്ഷെ നല്ല നല്ല ആൾക്കാരാണ്. അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി ഫാർമസിയിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടുള്ളത് കാണിക്കാം കേട്ടോ. ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ TV കണ്ടിരിക്കും. അങ്ങനെയൊക്കെ. പിന്നെ വീണ്ടും വൈകുന്നേരം വരും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ റുട്ടീൻ പോകുന്നത്. രാവിലത്തെ ഷിഫ്റ്റ് അങ്ങനെ കഴിഞ്ഞു. ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇനി ഫുഡൊക്കെ കഴിക്കണം, അതൊക്കെയാണ് പ്ലാൻ.
പിന്നെ ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഇന്ന് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ലഞ്ച് കഴിച്ചിട്ട് വേണം വീട്ടിലേക്കൊക്കെ ഇന്ന് വീഡിയോ കോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഷോർട്ട് ഫിലിമാണ് കണ്ടത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണറായിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമായിരുന്നു. ആദ്യമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റിലേക്ക് എത്തിയപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. ഞാൻ ഇതിൻ്റെ പേരും മറന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊന്ന് ഉറങ്ങാറുണ്ട്. കാരണം ഈ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഏട്ടനിരുന്ന് കാണും, അപ്പം ഞാനും ഒപ്പം കാണും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉറക്കം അങ്ങനെ കിട്ടലില്ല. അതുകൊണ്ട് ഈ സമയത്ത് ഉറങ്ങാറുണ്ട്. പക്ഷെ ഇന്ന് ഉറങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഇന്നലെ ഫുട്ബോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ട് തന്നെ ഉറക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉറങ്ങൊന്നും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ടി വിയിൽ കാണണം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പോൾ നേരെ പോയി ഇനിയിപ്പോൾ വീട് ക്ലീൻ ചെയ്യട്ടെ. ഇനി ഫാർമസിക്ക് പോകാൻ നേരത്ത് കാണാം കേട്ടോ. ഞാൻ ഉറങ്ങില്ല എന്ന് വീരവാദമൊക്കെ മുഴക്കിയിട്ട് നേരെ പോയി നല്ല അസലായിട്ട് ഉറങ്ങി. വേറെ നീച്ച് വീണ്ടും ഡ്യൂട്ടിക്ക് പോവാണ്. ചായ ഒന്നും കുടിക്കാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ കേട്ടോ. അവിടെ നിന്ന് കുടിക്കാം അങ്ങനെ വിചാരിക്കണു. പുറത്ത് നല്ല ചൂടാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഇപ്പോൾ ഒരാശ്വാസമായത്. ഭയങ്കര ചൂടാണ്. ചൂട് ഇങ്ങനെ കൂടിയും കൊണ്ടിരിക്കുകയാണ്. ചായയും ബിസ്ക്കറ്റും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിന് കഴിക്കണം. ഗ്ലൂക്കോസ് ദ എനർജി ബൈറ്റ്. എനർജി കയറട്ടെ. കസ്റ്റമേഴ്സ് എല്ലാം വരുമ്പോൾ ജിൽന്ന് നിൽക്കണം. പേഷ്യൻസ് എല്ലാം വരും. പിന്നെ ചിലപ്പോൾ സ്റ്റോക്കിസ്റ്റിൽ നിന്നൊക്കെ മെഡിസിൻസ് വരും. അത് ചെക്ക് ചെയ്ത് റാക്കിൽ കയറ്റണം. പിന്നെ എൻട്രി ചെയ്യണം. അങ്ങനത്തെ ഒക്കെ ജോലികളുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ജ്യൂസൊക്കെ കൊണ്ടുവരും കേട്ടോ. ഇന്നിപ്പോൾ ചായയാണ്. ചൂടായപ്പോൾ മുതൽ ജ്യൂസിലേക്ക് കൺവേർട്ടായിട്ടുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ടൈം കിട്ടിയില്ല. ഉറങ്ങിയിട്ട് 4:45 നീക്കണേ. പിന്നെ ഒരുങ്ങി വരാൻ ചായ ഉണ്ടാക്കാനുള്ള ടൈമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഏട്ടനിടയ്ക്ക് വരും കേട്ടോ. ഒരു 1-2 വട്ടമൊക്കെ വരും. ചായ കുടിച്ചിട്ട് വരാം. ഇത് ഞാൻ ഒരു ഇൻവോയ്സ് ബില്ല് എൻട്രി ചെയ്യുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് കേട്ടോ. ഞാൻ പല ആംഗിളിൽ വെച്ചിട്ട് റാൻഡമായിട്ട് കുറേ ഷോർട്സ് എടുത്ത് വെക്കുക ചെയ്തത്. അതൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതുമില്ല. പിന്നെ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ഈ ക്ലിപ്പ് ഞാൻ കണ്ടത്. എൻ്റെ ഫേസിൻ്റെ 3/4 ഭാഗത്തോളം നമ്മളെ വീഡിയോയിൽ ഇല്ല. പക്ഷെ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും കഷ്ടപ്പെട്ടെടുത്തതല്ലേ, അപ്പോൾ കിടക്കട്ടെ എന്ന് കരുതി. ഇതാണപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റോക്കിസ്റ്റിൽ നിന്നൊക്കെ മെഡിസിൻ വന്നാൽ ചെക്ക് ചെയ്തിട്ട് എൻട്രി ചെയ്യണമെന്ന്. ആ സംഭവം കേട്ടോ. പിന്നെ ഒരു സ്റ്റോക്കിസ്റ്റിൽ നിന്ന് കുറച്ച് മെഡിസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്ത് റാക്കിൽ കയറ്റാനും പ്രൈസ് അടിക്കാനും എൻട്രി ചെയ്യാനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ.
ഞാനിന്ന് രാത്രിത്തേക്ക് ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ബർഗർ വാങ്ങാട്ടോ ചെയ്തത്. സാധാരണ ഏട്ടൻ കൊണ്ടുതരാറാണ്, ഇന്ന് എത്താൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങളൊരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ആളോട് സംസാരിച്ചൊക്കെ ഇരിക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഇപ്പോഴാണ് എത്തണത്. അങ്ങനെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് ഞാൻ ഫാർമസി എല്ലാം ക്ലോസ് ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. ഒരു റോഡ് ക്രോസ് ചെയ്യാനുണ്ട് കേട്ടോ. ഈ ടൈമിൽ അധികം വണ്ടികളൊന്നും ഉണ്ടാവാറില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ നമുക്കാണ് കേട്ടോ പ്രയോറിറ്റി തരിക. നിർത്തിയിട്ട് പോയിക്കോളാൻ പറയും, സീബ്ര ലൈനൊന്നും ഇല്ലെങ്കിലും. അതുകൊണ്ട് സുഖമാണ്. അങ്ങനെ ഫ്ലാറ്റിലേക്ക് എത്താനായി. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ കണ്ട കാഴ്ച നോക്കൂ. വെളിച്ചെണ്ണ, അച്ചാറുകള്, കടുമാങ്ങ, വെളുത്തുള്ളി, ഇതെല്ലാം നാട്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. ആളെടുത്ത് വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാട്ടോ. കുറച്ച് കാലത്തിനപ്പം എന്തായി. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഫ്രഷ് ആവണം, ഉറങ്ങണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. വൈകിക്കാതെ തന്നെ ഇടാട്ടോ. ഇനി മുതൽ ഇങ്ങനെ ഇത്ര ഗ്യാപ്പൊന്നും ഇടാതെ തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.